Good morning. Good morning, miss. Good morning, ma'am. Good morning, ma'am. Front office എടുത്തോണ്ടിരുന്നേ. ഫ്രണ്ട് ഓഫീസിന്റെ ലാസ്റ്റ് ഭാഗമായി അല്ലേ? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ. ഓക്കെ, എവിടെ വരെ എടുക്കുന്നത് ചെയ്തത് നമ്മള് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ ആ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ പറഞ്ഞത് അല്ലെ? ആ ഫസ്റ്റ് ഭാഗം പറഞ്ഞു. നെക്സ്റ്റ് ഇനി മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ പറയേണ്ടത്? ആണോ? ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് പറഞ്ഞേ അല്ലേ? മെയിൻ ജോബ് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അല്ലേ? അതെ 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 മിസ്. ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി അവരുടെ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. കുറച്ച് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതില് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എളുപ്പമാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമുക്ക് അറിയാവുന്ന ഒരു ജോബ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ്. വെൽക്കംസ് ആൻഡ് ഗ്രീറ്റ്സ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. അപ്പൊ നേരിട്ടോ അല്ലെങ്കിൽ ഫോൺ കോളുകളിലൂടെയോ വെൽക്കം ചെയ്യുക, വരുന്ന പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും എന്ത് ചെയ്യുക? വെൽക്കം ചെയ്യുക, അവരെ ഗ്രീറ്റ് ചെയ്യുക, അഭിവാദ്യം ചെയ്യുക അല്ലെങ്കിൽ ഉപചാരപൂർവ്വം സ്വീകരിക്കുക. നമുക്ക് അറിയാവുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ് അല്ലെ? വെൽക്കംസ് ആൻഡ് ഗ്രീറ്റ്സ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് the receptionist, even if you can't verbally greet the patient, getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. ഇനി നമുക്കറിയാം ചില സമയങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഈ പറയുന്ന റിസപ്ഷനിസ്റ്റിന് നമ്മളോട് എപ്പോഴും ഈ പറയുന്ന രീതിയിൽ വെൽക്കം ചെയ്യാനൊക്കെ സാധിക്കാറുണ്ടോ? ഉണ്ടോ? ഒത്തിരി തിരക്കുള്ള സമയത്തൊക്കെ അവർക്ക് നമ്മൾ ഓരോരുത്തരെയും ഇതുപോലെ ഗ്രീറ്റ് ചെയ്ത് ചിലപ്പോ സ്വീകരിക്കാനൊക്കെ പറ്റാറുണ്ടോ? ഇല്ല അല്ലെ? സ്വാഭാവികമാണ്, ചില സമയങ്ങളിൽ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ അതാണ് ഇവിടെ പറയുന്നത്. The receptionist, even if you can't verbally greet the patients, നമുക്ക് വാക്കാലെ ചിലപ്പോ തിരക്കുള്ള സമയങ്ങളിലൊന്നും പേഷ്യൻസിനെ ഉപചാരപൂർവ്വം അവരെ അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവരെന്താ ചെയ്യുന്നത്? ഈ റിസപ്ഷനിസ്റ്റ് ആ വരുന്ന പേഷ്യൻസുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് നിലനിർത്തുക. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ഐ കോണ്ടാക്ട് നിലനിർത്തുന്നത്? ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ ഒന്ന് നോക്കുകയാണ്, അവര് നമ്മളൊന്ന് നോക്കി ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ചെയ്യാൻ പോലും നമുക്ക് മനസ്സിലാവും അല്ലെ, അവർ നമ്മളെ കണ്ടിട്ടുണ്ട് അല്ലെ? അങ്ങനെ മനസ്സിലാവില്ലേ? ആണോ? With them, let them know you are aware of their presence. അവരവിടെ പ്രസന്റ് ആണ് അല്ലെങ്കിൽ അവിടെ വന്നിട്ടുണ്ട് എന്നത് ആര് ബോധവാന്മാരാണ്? റിസപ്ഷനിസ്റ്റിന് മനസ്സിലായിട്ടുണ്ട് അല്ലെ? And will get to them as soon as possible. ഈ പറയുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എത്രയും വേഗം ചെയ്ത് അവരുടെ അടുത്തേക്ക് ഉടനടി ഇവരെ സമീപിക്കും. ആര് സമീപിക്കുന്ന? ഈ റിസപ്ഷനിസ്റ്റ് അവരെ സമീപിക്കും എന്നൊരു തോന്നല് ആ പേഷ്യൻസിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ഐ കോണ്ടാക്റ്റിലൂടെ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. രണ്ട് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? വെൽക്കംസ് ആൻഡ് ഗ്രീറ്റ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് ഇപ്പൊ നേരിട്ടാവാം, പേഴ്സണലി നേരിട്ട് അവിടെ വരുന്നതാവാം, അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയാവാം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഏതൊരു പേഷ്യൻസിനോടും വിസിറ്റേഴ്സിനെയും നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുക. രണ്ടാമത്തത് റിസപ്ഷനിസ്റ്റിന് ചില സമയങ്ങളിൽ ഒത്തിരി തിരക്കുള്ള സമയങ്ങളിലൊന്നും അവരെ
വാക്കാലെ ചിലപ്പോൾ അഭിവാദ്യം ചെയ്തൊന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. ആ സമയത്ത് അവരുമായിട്ടൊരു കോണ്ടാക്ട്, ഐ കോണ്ടാക്ട് നിലനിർത്തുന്നതിലൂടെ അവരുടെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് ആ റിസപ്ഷനിസ്റ്റിന് ബോധ്യമാവുകയും ഉടനടി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് തീർത്ത് അവരുടെ അടുത്തേക്ക് ഉടനടി അവരെ സമീപിക്കും എന്നുള്ളൊരു തോന്നല് അവരിൽ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഐ കോണ്ടാക്ട് വഴി സാധിക്കുന്നുണ്ട്. മൂന്നാമതായി പറയുന്നത് റെസ്പോൺസ് ടു ഇൻക്വയറീസ് ബൈ പേഷ്യൻസ്, prospective patients and visitors in a cautious manner. ഇനി എന്താ? റെസ്പോൺസ് ടു ഇൻക്വയറീസ്, പേഷ്യൻസിന്റെ അന്വേഷണങ്ങൾക്കാവാം. ആരാണ് പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് എന്ന് പറയുന്നത്? ആരായിരിക്കാം പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ്? ആരാവാം? വരാനിരിക്കുന്ന രോഗികളാണ്. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിളിച്ച് ചോദിക്കാറുണ്ടോ ഡോക്ടർ എന്നാണ് അവൈലബിൾ ആകുന്നത്, ഏത് സമയത്ത് വന്നാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും എന്നൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ടോ? ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോ നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ലേ? ഇതുവരെയും ചോദിച്ചിട്ടില്ലേ? അങ്ങനെയൊന്നും ചോദിക്കും. നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റൽ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിളിച്ച് ചോദിക്കും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമ്മൾ അവിടെ വരാനിരിക്കുന്ന പേഷ്യൻസ് ആണ് അതല്ലെ? അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന പേഷ്യൻസ് ആവാം, അതുപോലെ നിലവിൽ അവിടെയുള്ള പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ അവിടേക്ക് വന്നിരിക്കുന്ന വിസിറ്റേഴ്സ് ആവാം. അവരുടെ അന്വേഷണങ്ങൾക്കനുസരിച്ച് കൃത്യമായ കോഷ്യസ് മാനർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാന്യമായ രീതിയിൽ പ്രതികരണങ്ങൾ നൽകുക. റെസ്പോൺസ് ടു ഇൻക്വയറീസ് ബൈ പേഷ്യൻസ്, പേഷ്യൻസിന്റെ ആവാം, വരാനിരിക്കുന്ന പേഷ്യൻസിന്റെ ആവാം, വിസിറ്റേഴ്സിന്റെയും ഇൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾക്കനുസരിച്ച് മാന്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നൽകുക. ആ 3 പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു ചോദിക്കാം കേട്ടോ. കുറച്ച് പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പോവാം. ഒറ്റയടിക്ക് എല്ലാം പറയുമ്പോൾ ബുദ്ധിമുട്ടാവും. വെർബലി എന്ന് പറഞ്ഞാൽ വാക്കാല്. വാക്കാല് നമുക്ക് ചിലപ്പോ ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും നമുക്ക് നേരെ പറയാൻ പറ്റാതെ വരും. ആ സമയത്ത് നമുക്കൊരു ഐ കോണ്ടാക്ട് വെക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും അവര് നമ്മളെ കണ്ടിട്ടുണ്ട്, നമ്മുടെ അടുത്തേക്ക് ഉടനെ അവര് വരും എന്ന് മനസ്സിലാവും. പേഴ്സണലി കോൾ ആക്കുന്നത് പേഴ്സണലി എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരിട്ട് വരിക എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ നേരിട്ട് വ്യക്തിപരം നേരിടുന്ന. ഓക്കെ, ഒന്നുകൂടി പറയണോ? ഓക്കെ, വേഗം നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? നമ്മുടെ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, അങ്ങനെയുള്ള പേഷ്യൻസോ വിസിറ്റേഴ്സോ നേരിട്ട് വരില്ലേ? ആ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് ആ ഒരു റിസപ്ഷൻ ഏരിയയിലേക്ക് വരാം, അല്ലെങ്കിൽ ചിലപ്പോ ഫോൺ കോളിലൂടെ ആയിരിക്കും അവർ ആ ഒരു റിസപ്ഷൻ ഏരിയയുമായിട്ട് ബന്ധപ്പെടുന്നത് അല്ലെ? രണ്ട് രീതിയിലും ആയിക്കോട്ടെ ആ പേഷ്യൻസിനോടും വിസിറ്റേഴ്സിനോടും വളരെ നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ആ റിസപ്ഷനിസ്റ്റിന് ചിലപ്പോ വെർബലി, അതായത് വാക്കാലെ ചിലപ്പോ അവർക്ക് ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ ഒക്കെ പറഞ്ഞ് അവര് ചിലപ്പോ വരുന്ന പേഷ്യൻസിനെ സ്വീകരിക്കാൻ കഴിയാതെ വരാം, ഒത്തിരി തിരക്കുള്ള സമയങ്ങളിലാണെങ്കിൽ. അപ്പൊ അവരെന്താ ചെയ്യണത്? വരുന്ന പേഷ്യൻസുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് നിലനിർത്തുക. ആ ഐ കോണ്ടാക്ട് നിലനിർത്തുന്നതിന് വേണ്ടിയാ ആ വന്നിരിക്കുന്ന പേഷ്യൻസിന് മനസ്സിലാവും ഈ റിസപ്ഷനിസ്റ്റ് അവരെ കണ്ടിട്ടുണ്ട്, അവരുടെ ആ ഒരു പ്രസൻസ് ഇവര് ബോധവാന്മാരാണ്, അതുകൊണ്ട് തന്നെ ഉടനടി ഈ റിസപ്ഷനിസ്റ്റ് ഉടനടി അവരെ സമീപിക്കാനായിട്ട് എത്തുമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഒരു ഐ കോണ്ടാക്ട് അവർ ഉണ്ടാക്കണമെന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞത് പേഷ്യൻസിന്, നിലവിലുള്ള പേഷ്യൻസിനായിക്കോട്ടെ വരാനിരിക്കുന്ന പേഷ്യൻസിനായിക്കോട്ടെ വിസിറ്റേഴ്സിനായിക്കോട്ടെ അവരോട് അവരുടെ ഇൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾക്കനുസരിച്ച് ഒരു മാന്യമായ രീതിയിലുള്ളൊരു പ്രതികരണം നൽകുക. ക്ലിയർ ആണോ? 3 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ,
നെക്സ്റ്റ് നോക്കി, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. ഇനി എന്താ, ഹോസ്പിറ്റലിൽ സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പെരുമാറ്റ ചട്ടങ്ങൾക്കനുസരിച്ച് വരുന്ന പുതിയ പേഷ്യൻസിനെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. Then register new patients and update existing patient demographics by collecting detailed patient information that include personal and financial information. എന്താ പറയുന്നത്, പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യണം. അത് കൂടാതെ ഓൾറെഡി നിലവിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലവിൽ അവിടെയുള്ള പേഷ്യൻസിന്റെ ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാശാസ്ത്രം. അവിടെ വരുന്ന നിലവിലുള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവരുമായി ബന്ധപ്പെട്ട എത്ര ആളുകൾ അവിടെ നിലവിലുള്ള പേഷ്യൻസ് എത്ര പേരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പേഷ്യന്റ് ഇൻഫർമേഷൻസ്, നിലവിലെ എക്സിസ്റ്റിംഗ് പേഷ്യൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് അവിടെ എന്തൊക്കെ വേണം, ദാറ്റ് ഇൻക്ലൂഡ് പേഴ്സണൽ, വ്യക്തിപരമായിട്ടുള്ള ഇൻഫർമേഷൻസും വേണം. അതുകൂടാതെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, ഒരു ബില്ല് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പേഴ്സണൽ ഇൻഫർമേഷൻസും എല്ലാം കളക്ട് ചെയ്ത് അത് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ആയിട്ട് നിലനിർത്തുകയും വേണം. അപ്പൊ പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിന് ഇപ്പൊ നമ്മൾ നിലവിൽ വലിയ ഇൻഫർമേഷൻസ് ഒന്നും അവരുടെ ഉണ്ടാവില്ല അല്ലെ, അവർ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യണം. അതോടൊപ്പം തന്നെ നിലവിൽ അവിടെയുള്ള എക്സിസ്റ്റിംഗ് പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഡെമോഗ്രാഫിക്സ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ജനസംഖ്യാശാസ്ത്രം എന്നാണ് ശരിക്കും മലയാളം പറയുക. അവരുമായി ബന്ധപ്പെട്ട എണ്ണം, എത്ര പേര്, എത്ര പേഷ്യൻസ് ആണ് നിലവിൽ നമ്മുടെ പേഷ്യൻസ് ആയിട്ടുള്ളത്, അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസും കൃത്യമായിട്ട് കളക്ട് ചെയ്യുക. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യുന്നത്, പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും എല്ലാം അപ്ഡേറ്റ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യുക. മൂന്നാമതായി പറയുന്നത്, അസിസ്റ്റ് പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുമ്പോൾ ഫോം തരാറില്ലേ, നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് തരാറുണ്ടോ, ഫോം തരാറുണ്ടോ? എന്താണ് റിപ്ലൈ ചെയ്യാതെ, ഫോം തരാറില്ലേ? അങ്ങനെ ഫോം തരാറുണ്ട് അല്ലെ. ആ ഫോമുകള് കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. ഇപ്പൊ ചില ആളുകൾക്ക് മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല ഡോക്യുമെന്റേഷൻസും ഫോമുകളും ഒക്കെ നമ്മൾ പിന്നെയും ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നാല് അതിൽ നമ്മളെ സഹായിക്കുന്നത് ആരാ? ആരോടെ നിങ്ങൾ ചോദിക്കാറ്? ഡൗട്ട് ഒക്കെ വന്നു കഴിഞ്ഞാല് ആ ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡൗട്ട് വന്നാൽ ആരോടെ ചോദിക്കാറ്? ആ റിസപ്ഷനിലാണ് ചോദിക്കുക അല്ലെ. ഇതെങ്ങനെയാണ്, ഈ ഒരു കോളത്തിൽ എന്താണ് എഴുതേണ്ടത് അല്ലെ, ഞങ്ങൾക്ക് അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് അവിടെ വരുന്ന പേഷ്യൻസിന്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ആവശ്യമായിട്ടുള്ള ഫോമുകൾ, അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടുന്ന രീതിയിൽ, അങ്ങനെ ചില ആളുകൾക്ക് മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ഡോക്യുമെന്റേഷനും ഫോമുകളും ഒക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെയുള്ള എല്ലാ ഫോമുകളും, അങ്ങനെയുള്ള എല്ലാ ഫോമുകളും നമ്മൾ പൂർണ്ണമായിട്ടും ആ പേഷ്യൻസിനെ ഫില്ല് ചെയ്യാനായിട്ടുള്ള സഹായങ്ങള് ഈ പറയുന്ന റിസപ്ഷനിസ്റ്റ് ആണ് ചെയ്തു കൊടുക്കേണ്ടത്. ആൻഡ് എൻഷുവർ പേഷ്യൻസ് ടു കംപ്ലീറ്റ് all necessary forms and documentation including medical insurance. Medical insurance ഉൾപ്പെടുന്ന രീതിയിലുള്ള ഡോക്യുമെന്റേഷൻസും എല്ലാ ഫോമുകളും ഈ പറയുന്ന പേഷ്യൻസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന ഫോം ഒക്കെ ഫില്ല് ചെയ്യാൻ നേരത്തെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്. ഇനി ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഫോം അവർക്കല്ലേ കൊടുക്കുന്നത് അല്ലെ. ഫോം അവർക്ക് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വിട്ടുപോയ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിച്ച് ഫില്ല് ചെയ്യാറുണ്ട്. കണ്ടിട്ടുണ്ടോ? ഓരോന്നും കൂടി ചെക്ക് ചെയ്യും, നമ്മൾ പൂർണ്ണമായിട്ടും ആ ഫോം ഫുള്ളായിട്ടും ഫില്ല് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ വിട്ടുപോയ ഭാഗങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും അല്ലെ. ഇന്നത് എന്താണ് അല്ലെങ്കിൽ ഇന്നത് എന്താണ് നിങ്ങളൊന്ന് പറയുന്നത് അവർ ചിലപ്പോൾ അവർ തന്നെ എന്ത് ചെയ്യും, എഴുതി വെക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആ പറയുന്ന എല്ലാ ഫോംസും ഫില്ല് ചെയ്യാനായിട്ട് ഇവർ സഹായിക്കണം. അത് കൂടാതെ ഈ പറയുന്ന ഫോംസും ഡോക്യുമെന്റ്സും ഒക്കെ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്.
അപ്പൊ ഒരു 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാട്ടോ മിസ്. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. ആ ഹോസ്പിറ്റലിൽ സ്ഥാപിതമായ പ്രോട്ടോകോളുകൾക്ക് അനുസരിച്ച് വരുന്ന ഓരോ പേഷ്യൻസിനെയും അതാത് ക്രമത്തില് രജിസ്റ്റർ ചെയ്യുക. രണ്ടാമത്തത് പറഞ്ഞത് രജിസ്റ്റർ ന്യൂ പേഷ്യൻസ്, പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിനെ രജിസ്ട്രേഷൻ ചെയ്യുക. നിലവിൽ അവിടെയുള്ള പേഷ്യൻസിന്റെ വ്യക്തിഗത വിവരങ്ങൾ അല്ലെ, അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് ജനസംഖ്യാശാസ്ത്രം, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് എത്ര പേരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും, എന്തൊക്കെ ഇൻഫർമേഷനാ? പേഴ്സണൽ ഇൻഫർമേഷനോ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും ഒക്കെ കളക്ട് ചെയ്ത് അപ്ഡേറ്റ് ആയിട്ട് വയ്ക്കുക. നെക്സ്റ്റ് പറഞ്ഞത് എന്താ? അസിസ്റ്റ് പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ ആവാം, അല്ലെങ്കിൽ മറ്റ് ആവശ്യമായിട്ടുള്ള ഫോമുകൾ മുതലായവയൊക്കെ കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്യാനായിട്ട് ആരെ സഹായിക്കുക? പേഷ്യൻസിനെ സഹായിക്കുക. രണ്ടാമത്തത് പറഞ്ഞ എന്താ? എൻഷുവർ പേഷ്യൻസ് ടു കംപ്ലീറ്റ് all necessary forms and documentation including medical insurance. മെഡിക്കൽ ഇൻഷുറൻസ് മുതലായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ആവാം, മറ്റ് ആവശ്യമായ ഫോമുകളെല്ലാം ഈ പേഷ്യൻസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് അവർ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് ensure patients to complete all necessary forms and documentation including അത് പറഞ്ഞല്ലേ ഇവിടെ. Ensure patients information is accurate including billing information. ഇനി പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ വളരെ കൃത്യമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇൻക്ലൂഡിംഗ് ബില്ലിംഗ് ഇൻഫർമേഷൻസ്. പേഷ്യൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമല്ല നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലെ, ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ബില്ലിംഗ് ഇൻഫർമേഷൻ മുതലായിട്ടുള്ളവയൊക്കെ വളരെ കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് അങ്ങനെയുള്ള പേഷ്യൻസ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? വളരെ അക്യുറേറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഒക്കെ സൂക്ഷിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. Then inform patients of medical office procedures and policy. ഈ പറയുന്ന മെഡിക്കൽ ഓഫീസുകളുടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും നയങ്ങളെ കുറിച്ചൊക്കെ പേഷ്യൻസിന് എന്ത് ചെയ്യുക? ഇൻഫർമേഷൻസ് അറിയിക്കുക. Then maintain and manage patient records. വരുന്ന പേഷ്യൻസുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുക. Then facilitate patient flow by notifying the provider the patient's arrival, being aware of delays and communicating with patients and clinical staff. എന്താണ്? ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്കിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സുഗമമാക്കുക. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ബൈ നോട്ടിഫൈങ് ദ പ്രൊവൈഡർ ദ പേഷ്യൻസ് അറൈവൽ. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പേഷ്യൻസ് വന്നു എന്നുള്ളത് ബന്ധപ്പെട്ട പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കൺസൾട്ടേഷൻ തരുന്ന ഡോക്ടേഴ്സിനെ അറിയിക്കാറുണ്ട് അല്ലെ, അവിടുത്തെ സ്റ്റാഫുകള് ഇല്ലേ? ഇപ്പൊ ഇന്നൊരു പേഷ്യന്റ് കാണാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര പേഷ്യൻസ് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് എന്ന് പറയാറില്ലേ? ഉണ്ടോ? എന്താണ് റിപ്ലൈ ചെയ്യാത്തത്? എന്തോ ഒരു ഉഷാറില്ലാതിരിക്കുന്ന എല്ലാരും? ക്ഷീണായ ഒരു ക്ലാസ് കഴിഞ്ഞ് പിടിക്കും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇപ്പൊ ഇത്ര പേഷ്യൻസ് അവിടെ വെയിറ്റിംഗിലുണ്ട് എന്ന് നമ്മള് പേഷ്യൻസിന്റെ പ്രൊവൈഡേഴ്സ് വന്നാൽ അത് സർവീസ് നൽകുന്ന ആളുകൾ അല്ലെ, ആ സർവീസ് സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ, സർവീസ് നൽകുന്ന ആളുകള് എന്ത് ചെയ്യാറുണ്ട്? പേഷ്യൻസിന്റെ അറൈവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പറയുന്ന കൺസൾട്ടിങ് ഡോക്ടറോടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു സ്റ്റാഫുകൾ അറിയിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയാ? അവെയർ ഓഫ് ഡിലേസ്, അവരുടെ ആ ഒരു ഡിലേ വരാതിരിക്കാൻ വേണ്ടി. ഒത്തിരി സമയം വരുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പാടില്ല? വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല അല്ലെ. ആ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്.
and communicating with patients and clinical staff. ഇനി ഒത്തിരി സമയം അല്ലെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പേഷ്യൻസിനോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയാണ് ശരിക്കും നമ്മൾ വിളിക്കുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളോട് പറയാറുണ്ട് ഇത്ര മണിയാവുമ്പോ ഇന്ന ടോക്കൺ ആണ്, ഇത്ര മണിയാവുമ്പോ വന്നാൽ മതി എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ശരിക്കും ആ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള പേഷ്യൻസിന്റെ ഒഴുക്കിനെ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി പേര് ഒരേ സമയത്ത് വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി സമയം ചിലപ്പോൾ അവര് എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ടോക്കൺ കൊടുക്കുന്നതോ അതുപോലെ കൃത്യമായ സമയം അവരോട് പറഞ്ഞു കൊടുക്കുന്നതോ അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ എന്താണ് പേഷ്യൻസിന്റെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് അവിടെയുള്ള പേഷ്യൻസിനോടും ആ ക്ലിനിക്കൽ സ്റ്റാഫുകളോടും എന്ത് ചെയ്യുക, ആശയവിനിമയത്തിലൂടെ എന്ത് ചെയ്യുക, അറിയിക്കുകയും ചെയ്യുക. 4 പോയിന്റ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത്. എൻഷുവർ പേഷ്യൻസ് ഇൻഫർമേഷൻ ഈസ് ആക്യുറേറ്റ് ഇൻക്ലൂഡിംഗ് ബില്ലിംഗ് ഇൻഫർമേഷൻ. ബില്ലിംഗ് ഇൻഫർമേഷൻ മുതലായിട്ടുള്ള പേഷ്യൻസിന്റെ എല്ലാ ഇൻഫർമേഷൻസും വളരെ കൃത്യമായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തത് ഇൻഫോം പേഷ്യൻസ് ഓഫ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസി. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടും ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുമുള്ള എല്ലാ നടപടിക്രമങ്ങളെ കുറിച്ചും നയങ്ങളെ കുറിച്ചും പേഷ്യൻസിന് ആവശ്യമായ ഇൻഫർമേഷൻസ് നൽകുക. Then maintain and manage patient records. കൃത്യമായിട്ട് പേഷ്യന്റ് റെക്കോർഡ്സ് കൈകാര്യം ചെയ്യുക, അത് നല്ല രീതിയിൽ നിലനിർത്തുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ് അല്ലെ. അവിടെ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ച് അപ്പൊ അവിടെ എങ്ങനെയാണ്, നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു, നമ്മൾ അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തു, നമ്മൾ ചെല്ലാണ് ആ ഒരു ഫ്രണ്ട് ഓഫീസിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഏത് ഡോക്ടറെയാണ് കാണാൻ വന്നിരിക്കുന്നത് ആ ഡോക്ടറിന്റെ അടുത്തേക്ക് നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്ത് കൊണ്ടുപോകാറില്ലേ. സ്റ്റാഫുകൾ വന്ന് എവിടെയാണോ ഡോക്ടറുടെ റൂം അവിടെ കൊണ്ടുപോയി ഇരുത്താറില്ലേ, ഉണ്ടോ? അത് നമ്മൾ സ്വയം പോവാണ് ചെയ്യുന്നത്. നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് സ്വയം പോവാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് സഹായിക്കും അല്ലെ. അവർ ആ ഒരു റിസപ്ഷൻ ഏരിയയിൽ നിന്നും അപ്പോയിന്റ്മെന്റുകൾക്ക് അനുസരിച്ച് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റുകൾക്ക് അനുസരിച്ച് വരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യും, മൂവ് ചെയ്ത് അവിടെ നിന്ന് മാറ്റി ബന്ധപ്പെട്ട ഇടങ്ങളിൽ കൊണ്ടുപോയി ആക്കാറുണ്ട് അല്ലെ. Then next, facilitate patient flow by notifying the provider the patient's arrival, be aware of delays and communicating with patients and clinical staff. ഇനി എന്താ പറയുന്നത്, ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്കിനെ സുഗമമാക്കുന്നതിന് വേണ്ടി അവിടെ പേഷ്യൻസ് ആ ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, അവിടെയുള്ള പേഷ്യൻസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത് എന്ന് ആ സർവീസ് എല്ലാം കൺസൾട്ടേഷൻ നൽകുന്ന ഡോക്ടേഴ്സിനെ അറിയിക്കേണ്ടതാണ്. അതിനനുസരിച്ച് ഒത്തിരി സമയം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒത്തിരി സമയം ഡിലേ ആവും അല്ലെങ്കിൽ വെയിറ്റിംഗ് ചെയ്യാൻ വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ പേഷ്യൻസിനോടും ക്ലിനിക്കൽ സ്റ്റാഫുകളോടും ആശയവിനിമയത്തിലൂടെ അവരെ അറിയിക്കേണ്ടതുമാണ്. ക്ലിയർ ആണോ? പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ക്ലിയർ ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതിരിക്കുന്നത്? മനസ്സിലാവാത്തത് കൊണ്ടാണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ഓക്കെ ആണ്. ഓക്കെ. Next, answer incoming calls and deal with inquiries. Answer the phone while maintaining polite, consistent phone manner, using proper telephone etiquette. ഈ പോയിന്റ്സ് നമുക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. കാരണം ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെയാണ് ഒത്തിരി ഉണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാൽ പോലും അതിൽ ഉൾപ്പെടുന്നത് ഏത് കുറച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അല്ലെ. മിക്കതും ചില ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാലും അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത്രയുമുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ.
Then answer incoming calls and deal with inquiries. അവിടേക്ക് ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഇൻക്വയറീസ്, അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇത് നേരിട്ട് വന്ന് അന്വേഷിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇൻകമിംഗ് കോൾസിലൂടെ അല്ലെ കോളുകൾ വിളിച്ച് അന്വേഷിക്കുന്നവരുണ്ടാവാം അല്ലെ. അപ്പൊ അതിനൊക്കെ കൃത്യമായ മറുപടികൾ നൽകുക. Answer the phone while maintaining polite. ഇനി ഒരു ഫോൺ കോള് ആൻസർ ചെയ്യുമ്പോൾ മറുപടി നൽകാൻ തയ്യാറാകുമ്പോ എപ്പോഴും എന്ത് നിലനിർത്തണം? ഒരു പൊളൈറ്റ് ആയിട്ട്, ഒരു മര്യാദപരമായിട്ടുള്ള ആൻഡ് കൺസിസ്റ്റന്റ് ഫോൺ, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഫോൺ മര്യാദ, ഫോൺ നല്ല രീതിയിലുള്ള ഒരു ഫോൺ മാനർ, നമ്മൾ എങ്ങനെയാണോ ഫോൺ വിളിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരമായ നല്ലൊരു രീതി ഫോളോ ചെയ്യണം. ആൻഡ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്വറ്റ്, ടെലിഫോൺ കോളുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു മര്യാദയും അതുപോലെ ഒരു സ്ഥിരമായ നല്ലൊരു രീതിയും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം ഓരോ ഫോൺ കോൾസിനും മറുപടി നൽകാനായിട്ട്. ആൻസർ ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽ വിത്ത് ഇൻക്വയറീസ്. അവിടേക്ക് വരുന്ന അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടികൾ നൽകുക. അത് ചിലപ്പോൾ നേരിട്ട് വന്ന് അന്വേഷിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഫോൺ കോളുകളിലൂടെ അന്വേഷണങ്ങൾ നടത്തുന്നവരുണ്ടാവാം. അവർക്ക് കൊടുക്കുന്ന മറുപടികൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? വളരെ മര്യാദാപൂർവ്വം, നല്ല സ്ഥിരമായ, എല്ലാവരോടും ഒരുപോലെ ആയിരിക്കണം. അല്ലാതെ ഒരാളോട് നല്ല രീതിയിൽ മറ്റൊരാളോട് ദേഷ്യപ്പെട്ട അങ്ങനെയല്ല. എല്ലാവരോടും സ്ഥിരമായ ഒരു രീതി ഫോളോ ചെയ്തുകൊണ്ട് ശരിയായ രീതിയിലുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം മറുപടികൾ നൽകേണ്ടത്. Then transfer calls as required. ആവശ്യമായി വന്നാല് കോളുകൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചില സമയത്ത് ഫോൺ കോളുകൾ വിളിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട്, മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ കണക്ട് ചെയ്യാം, നിങ്ങൾ അവരോട് സംസാരിക്കൂ എന്ന് പറയാറുണ്ടോ? ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒന്ന് കണക്ട് ചെയ്ത് തരാന്ന് പറയാറുണ്ടോ? ഉണ്ട് അല്ലെ? അത് തന്നെയാണ് കേട്ടോ ഇവിടെ. ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. ആവശ്യമായി വന്നാൽ ഈ കോളുകൾ ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. കോപേസ് ആൻഡ് പേയ്മെന്റ്സ്, അതായത് പ്രധാനപ്പെട്ട ബില്ലുമായി ബന്ധപ്പെട്ട പേയ്മെന്റ്സ് ഇവർ കളക്ട് ചെയ്യണം. അത് കൂടാതെ ചെറിയ ചെറിയ പേയ്മെന്റ്സ് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ബില്ലല്ലാതെ ചെറിയ ചെറിയ പേയ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്മിറ്റ് ആവുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്കാനിങ്ങുമായിട്ടോ ലാബ് ടെസ്റ്റുകളുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ബില്ലും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും അല്ലെ. മെയിൻ ബില്ലുകളും അതോടൊപ്പമുള്ള ചെറിയ ചെറിയ കോപേസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബില്ലുകളും കാര്യങ്ങളും എല്ലാം ഇവരാണ് കളക്ട് ചെയ്യുന്നത്. Then report statistics as required. സ്ഥിതിവിവര കണക്കുകൾ, നിലവില് ഇപ്പൊ എത്ര പേഷ്യൻസ് ഉണ്ട്, എത്ര പുതിയ പേഷ്യൻസ് വന്നിട്ടുണ്ട് മുതലായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ അത് റിപ്പോർട്ടുകൾ നൽകുക. Then schedule hospital admission, test scans and outside appointments for patients. പേഷ്യൻസിന് ഹോസ്പിറ്റൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ലാബ് ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. സ്കാനിങ്, ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ്, ഇപ്പൊ ചിലവർക്ക് എന്ത് ചെയ്യാറുണ്ട്, പുറത്തേക്ക് നമ്മൾ റെഫറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റുകൾ പേഷ്യൻസിന് ആവശ്യമായി വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് നൽകുക. Then obtain external medical reports as required by medical professionals. മെഡിക്കൽ പ്രൊഫഷണൽസ് ആവശ്യപ്പെടുന്നതനുസരിച്ച് എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ട്സ്, ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ ചില രീതിയിലുള്ള MRI CT ഒന്നും എടുക്കാൻ സൗകര്യമില്ലെങ്കിൽ അവർ പുറത്തേക്കല്ലേ നമ്മൾ റെഫർ ചെയ്യാറ് അല്ലെ, പുറത്ത് പോയി ചെയ്യാനായിട്ടല്ലേ എഴുതി തരാറ്. അപ്പൊ അങ്ങനെ പുറത്ത് പോയി ചെയ്യാനായിട്ട് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ആ മെഡിക്കൽ പ്രൊഫഷണൽ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ആ പുറത്ത് നിന്ന് അങ്ങനെയുള്ള മെഡിക്കൽ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒബ്റ്റെയിൻ ചെയ്യുക, ഇവിടേക്ക് കൊണ്ടുവരിക. അതിനനുസരിച്ച് ബന്ധപ്പെട്ട മെഡിക്കൽ പ്രൊഫഷണലിന് അത് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇത്രയും പോയിന്റ്സ് നമുക്കൊന്നുകൂടി നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞത് ആൻസർ ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽ വിത്ത് എൻക്വയറീസ് ആയിരുന്നു. അവിടേക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പേഷ്യൻസിനോടും വളരെ മാന്യമായ അതിപ്പം നേരിട്ടാവാം അല്ലെങ്കിൽ ഫോൺ കോളുകളിലൂടെയും കൃത്യമായ മറുപടികൾ അവർക്ക് നൽകണം. അതെങ്ങനെയായിരിക്കണം ആ മറുപടികൾ നൽകേണ്ടത്? വളരെ മര്യാദാപൂർവവും നല്ലൊരു സ്ഥിരമായിട്ടുള്ള രീതി ഉപയോഗിച്ചും അതുപോലെ ഫോൺ കോളുമായി ബന്ധപ്പെട്ട എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടായിരിക്കണം അവരോട് സംസാരിക്കേണ്ടതും മറുപടികൾ നൽകേണ്ടതും.
രണ്ടാമതായി പറഞ്ഞത് ആവശ്യമായി വരികയാണെങ്കിൽ വരുന്ന ഫോൺ കോളുകൾ മറ്റു ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകുക. ദെൻ മൂന്നാമതായിട്ട് പറഞ്ഞത് അവിടെ വരുന്ന പേയ്മെന്റ്സുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. പ്രധാനമായിട്ടുള്ള വലിയ വലിയ ബില്ലുകളും കാര്യങ്ങളും മാത്രമല്ല, അതിനോടൊപ്പം വരുന്ന ചെറിയ ചെറിയ കോ പേയ്മെന്റ്സും ഇവിടെ കളക്ട് ചെയ്യേണ്ടതാണ്. Then report statistics as required. സ്ഥിതിവിവര കണക്കുകള്, നിലവിൽ എത്ര പേഷ്യൻസ് ഉണ്ട്, പുതിയതായിട്ട് എത്ര പേഷ്യൻസ് ഉണ്ടോ, അവരുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങള് മുതലായിട്ടുള്ള വിവരങ്ങള് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമായി വരികയാണെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് റിപ്പോർട്ടുകൾ നൽകുക. Then schedule hospital admissions. വരുന്ന ഓരോ പേഷ്യൻസിനും ആവശ്യമായ അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, സ്കാനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് നൽകുക. Then obtain external medical reports as required by medical professionals. Medical professionals ആവശ്യപ്പെടുന്നതിനനുസരിച്ച് external medical reports പുറത്തു കൊടുത്ത് ചെയ്യുന്നതായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുക, അതവിടെ സ്വീകരിക്കുകയും ബന്ധപ്പെട്ട മെഡിക്കൽ പ്രൊഫഷണൽസിന് ലഭ്യമാക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ ഇത്രയും പോയിന്റ്സ്? ഓക്കെ ആണോ? Okay. Then next പറയുന്നത് respond and complete to request for information. ഇനി ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസിന് വില എന്തെങ്കിലും ഹോസ്പിറ്റൽ പേഷ്യൻസ് ചിലപ്പോ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അവർക്ക് വേണം എന്ന് ചിലപ്പോ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ആവശ്യപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് പാലിക്കുകയും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നൽകുകയും വേണം. അവരെന്താണ് അവരുടെ ചിലപ്പോൾ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ആയിരിക്കാം അവർ ആവശ്യപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആവശ്യപ്പെടുന്ന ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ആവശ്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക, അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമാക്കി നൽകുകയും ചെയ്യുക. Then deal with incoming and outgoing posts. ഇൻകമിംഗ് ആയിട്ട് ചിലപ്പോ പല ഇമെയിൽസ് നമ്മുടെ ഹോസ്പിറ്റലിലെ മെയിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ടാവും അല്ലെ. ഇമെയിൽസ് വരാം, ഡോക്യുമെന്റ്സ് വരാം അല്ലെ, ലാബ് റിപ്പോർട്ടുകൾ വരാം. അങ്ങനെയുള്ള ഒത്തിരി പോസ്റ്റുകൾ ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ചിലപ്പോ ഔട്ട് ഗോയിങ് ആയിട്ട് അല്ലെ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. അതാണ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസീവിംഗ് ആൻഡ് സെൻഡിങ് എന്തൊക്കെയാവാം, പലതരത്തിലുള്ള ഡോക്യുമെന്റേഷൻസ് ആവാം, ഇമെയിലുകളാവാം അല്ലെ. ദെൻ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ലാബ് റിസൾട്ടുകളോ പേഷ്യന്റ് ലെറ്റേഴ്സോ മുതലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങള് ഇൻകമിംഗ് ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്, അതുപോലെ സെൻഡും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. Then complete other clerical duties as assigned. ഇനി ഇവർക്ക് നൽകിയിരിക്കുന്ന മറ്റ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. Then maintain stock of forms and keep medical office supplies adequately stocked by expecting inventory needs, placing orders and monitoring office equipments. Maintain stock of forms. നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഫോം അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലെ. അവിടെ ഫോം എപ്പോഴും എന്തായിരിക്കണം, ലഭ്യമായിരിക്കണം. വരുന്ന എല്ലാ പേഷ്യൻസിനും രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി അവിടെ ഫോമുകൾ എപ്പോഴും ലഭ്യമായിരിക്കണം. അതിനുവേണ്ടി ഫോമുകള് സ്റ്റോക്ക് ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് അതുപോലെ തന്നെ കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ്. ഈ മെഡിക്കൽ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ആവശ്യമായ അളവില് അല്ലെങ്കിൽ മതിയായ അളവില് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ആ സ്റ്റോക്ക് നിലനിർത്തുന്നതിന് വേണ്ടി ഇൻവെന്ററി നീഡ്സ് എന്തൊക്കെ പ്രതീക്ഷിക്കാവുന്ന എന്തൊക്കെ വിവര പട്ടികകളാണ് നമുക്ക് ആവശ്യമായി വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് നിലനിർത്താൻ വേണ്ടി ആവശ്യമായി വരുന്നത്, അതിനനുസരിച്ചുള്ള വിവര പട്ടികകൾ തയ്യാറാക്കുകയും അതിനനുസരിച്ചുള്ള ഓർഡറുകൾ നൽകുകയും അതിനനുസരിച്ച് ആ ഓഫീസ് എക്യുപ്മെന്റുകള് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യണം. അതൊരു ഓഫീസുമായി ബന്ധപ്പെട്ട പറയുന്നത് മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ്.
അവിടെയുള്ള ഫോമുകള് എപ്പോഴും ആ ഫോമുകൾ അവിടെ ലഭ്യമായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി കൃത്യമായ സ്റ്റോക്ക് ആ ഫോം സ്റ്റോക്ക് ഉണ്ടോ, ഇനി ഇല്ല എങ്കിൽ അതിനനുസരിച്ചുള്ള ഓർഡറുകൾ കൊടുക്കണം അല്ലെ. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസിലുള്ള മറ്റു സാധനങ്ങളൊക്കെ ആവശ്യമായ അളവിലുണ്ടോ, ഇതെല്ലാം എപ്പോഴും ചെക്ക് ചെയ്ത് ആവശ്യമായ സ്റ്റോക്ക് അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു വിവര പട്ടികകൾ കാര്യങ്ങൾ തയ്യാറാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഓർഡർ ചെയ്യുന്നത്, എത്രയൊക്കെ സ്റ്റോക്ക് വേണം, എത്ര എമൗണ്ട് ഓഫ് സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കി അതിനനുസരിച്ച് ഓർഡറുകൾ നൽകുക. അതുപോലെ തന്നെ ആ ഓഫീസിലെ എല്ലാ എക്യുപ്മെന്റ്സുകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. Then ensure that the reception area is well maintained, neat and clean. ഇനി ആ ഒരു റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ നീറ്റായിട്ടും വൃത്തിയായിട്ടും നിലനിർത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ലാസ്റ്റ് വരുന്നതാണ് സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. പേഷ്യൻസിന്റെ സ്വകാര്യതയും അതുപോലെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി രഹസ്യ സ്വഭാവവും വളരെ സുരക്ഷിതമാക്കി നിലനിർത്തുക. അതായത് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, പേഷ്യൻസിന്റെ രഹസ്യ സ്വഭാവം, മേക്കിംഗ് sure that protected health information, protected health information is secured by not leaving PHI. അത് തന്നെയാണ് ട്ടോ PHI എന്ന് പറയുന്നത്, protected health information. ഒന്നാണ് ക്ലീൻ ചെയ്തിട്ടാട്ടോ. PHI എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്, protected health information ആണ് കേട്ടോ. Is plain sight and logging of the computer before leaving it unattended. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു ഇപ്പൊ CRM സോഫ്റ്റ്വെയർ മുതലായവയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പറയുന്ന ഓരോ പേഷ്യൻസിന്റെയും വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങളാവാം, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരോടും ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവോ? നമുക്ക് എന്തെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല മരുന്നുകളോ മെഡിസിൻസോ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ടാവും. അത് നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലേ, നമ്മുടെ പ്രൈവസി അല്ലേ, അത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് അതൊരു രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. അതെപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യം കാണിക്കോ? നിങ്ങൾ എങ്ങനെയാ താല്പര്യം കാണിക്കോ? ഇല്ല അല്ലെ. സ്വാഭാവികമായിട്ടും അത് എല്ലാവരുടെയും രഹസ്യ സ്വഭാവത്തിൽ വെക്കുന്ന കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷൻസും അതാണ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. അങ്ങനെയുള്ള പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻസ് ആയിട്ട് അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും അവരുടെ ഇൻഫർമേഷൻസ് ഒരു പ്ലെയിൻ സൈറ്റിലല്ല വെക്കേണ്ടത്, മറിച്ച് എങ്ങനെയാ, ലോഗിംഗ് ഓഫ് ദ കമ്പ്യൂട്ടർ ബിഫോർ ലീവിംഗ് ഇറ്റ് അൺഅറ്റൻഡഡ്. ഇപ്പൊ നിങ്ങൾ PSC ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണോ? PSC ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കില്ലേ? അപ്പൊ അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ മറ്റുള്ളവരെ എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൽ എന്ത് കൊടുക്കും, യൂസർ ID പാസ്വേഡും വെക്കും അല്ലെ. വെക്കാറുണ്ടോ? യൂസർ ID പാസ്വേഡ് വെക്കാറില്ലേ? ഉണ്ട്. നമ്മൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ചിലപ്പോ നമ്മൾ അങ്ങനെ എപ്പോഴും ലോഗിൻ ചെയ്ത് കയറാറുണ്ടാവില്ല, എപ്പോഴും ലോഗ് ഓഫ് ചെയ്ത് എന്താണ് ലോഗിൻ ഓഫ് ചെയ്ത് നമ്മൾ ഇറക്കാറുണ്ടാവില്ല അല്ലെ. അതേസമയം നമ്മളൊരു PSC സൈറ്റിലൊക്കെ കയറി നമ്മൾ എങ്ങനെയാണ്, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാറുണ്ട്. തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ലോഗ് ഓഫ് ചെയ്തല്ലേ ഇറങ്ങേ, ലോഗ് ഔട്ട് ചെയ്തല്ലേ ഇറങ്ങുന്നത് ആണോ? ലോഗ് ഔട്ട് ചെയ്താണ് ഇറങ്ങാറ് അല്ലെ. അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടിട്ട് അല്ലെ. അങ്ങനെ ഈ പറയുന്ന ഓരോ പേഷ്യൻസിന്റെയും ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം. അതിനുവേണ്ടി ഒരു പ്ലെയിൻ സൈറ്റിലല്ല, മറിച്ച് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റുന്ന രീതിയിൽ ആ log of the computer before leaving it unattended നമുക്ക് അവിടെ ആവശ്യമായില്ല. ഇപ്പൊ
ഇൻഫർമേഷൻസോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനില്ല എങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ഒരു പേജിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ലോഗ് ഓഫ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ, അപ്പൊ അവിടെ ഒരു പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. കയറണമെങ്കിലും നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം, തിരിച്ചിറങ്ങുമ്പോഴും ലോഗ് ഓഫ് ചെയ്യണം. അപ്പൊ ആ ഒരു സൈറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പേജിലേക്കുള്ള എൻട്രി നമ്മൾ അവിടെ റെസ്ട്രിക്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ പറയുന്ന ഓരോ പേഷ്യൻസിന്റെയും ഹെൽത്ത് ഇൻഫർമേഷൻസ് വെക്കാനായിട്ട്. അത് ആ പേഷ്യൻസിന്റെ പ്രൈവസിയെയും കോൺഫിഡൻഷ്യാലിറ്റിയെയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത്, ജസ്റ്റ് വേഗം ഒന്ന് പറയാം കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞ, റെസ്പോൺസ് ആൻഡ് കംപ്ലീറ്റ് ടു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട്. ഇപ്പൊ പേഷ്യൻസ് ആവാം, അവർക്ക് എന്തെങ്കിലും അവരുടേതായ പേഴ്സണൽ ഇൻഫർമേഷൻസോ ആവശ്യപ്പെട്ടാൽ അതിനനുസരിച്ചുള്ള റിക്വസ്റ്റോ കാര്യങ്ങളോ വന്നാൽ ഉടനെ അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് അവർക്ക് നൽകുകയും ചെയ്യണം. Then deal with incoming and outgoing post. ഇങ്ങോട്ട് വരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെ. പല ഇമെയിൽസ് ആവാം, ഡോക്യുമെന്റ്സ് ആവാം, പേഷ്യൻസ് ലെറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ലാബ് റിസൾട്ടുകളാവാം, അങ്ങനെയുള്ള ഒത്തിരി ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. Then complete other clerical duties as assigned. അവർക്ക് കൊടുത്തിരിക്കുന്ന മറ്റ് ക്ലറിക്കൽ ഡ്യൂട്ടീസും കൃത്യമായിട്ട് ചെയ്യുക. Then next എന്താ പറഞ്ഞേ, മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ്. ഫോമുകളുടെയൊക്കെ സ്റ്റോക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ഓഫീസ് സാധനങ്ങളൊക്കെ മതിയായ അളവിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ആവശ്യമായ അളവിലില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള കണക്കൊക്കെ എടുത്ത് അതിനനുസരിച്ച് അത് ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ ആ ഓഫീസിൽ ഉപയോഗിക്കുന്ന ഓരോ എക്യുപ്മെന്റ്സും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞത് എൻഷുർ ദ റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റെയിൻഡ്. ആ റിസപ്ഷൻ ഏരിയ വളരെ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിലനിർത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ലാസ്റ്റ് പറഞ്ഞത് ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും എന്ത് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യാൻ നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻസ് ആയിട്ട് സെക്യൂർ ചെയ്തായിരിക്കണം ആ അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് വയ്ക്കേണ്ടത്. അതിനുവേണ്ടി ആ ഒരു പേജിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ ലോഗിൻ ചെയ്ത്, അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു പേജിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നമുക്കിപ്പോ അപ്ഡേഷൻ ഒന്നും ഇല്ല എങ്കിൽ ഉടനെ തന്നെ അത് ലോഗ് ഓഫ് ചെയ്തായിരിക്കണം ആ ഒരു പേജിൽ നിന്നും ലീവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? മെയിൻ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസ് ഒക്കെ നമ്മുടെ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി പറയണോ? ഇത്രയും പോയിന്റ്സ് ഇനി പറയണോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തേ. റെസ്പോണ്ട് ആൻഡ് കംപ്ലൈൻ എന്നോട് പറയണം. ഓക്കെ, റെസ്പോണ്ട് ആൻഡ് കംപ്ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ആ ഒരു പേഷ്യൻസിന് എന്തെങ്കിലും അവരുടെ മെഡിക്കൽ ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണം എന്ന് അവർ ആവശ്യപ്പെടാന്ന് വിചാരിക്കുക. അവരുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർക്ക് വേണ്ടതെന്ന് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ ചിലപ്പോ അവരുടെ എന്തെങ്കിലും ലാബ് റിസൾട്ടുകൾ അല്ലെങ്കിൽ എക്സ്റേ മുതലായിട്ടുള്ള ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടുകൾ വേണമെന്ന് ചിലപ്പോൾ അവർ ആവശ്യപ്പെടാറുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് ഏത് ഇൻഫർമേഷൻ ആണോ അവർ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ആവശ്യകതകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രതികരണം നൽകുന്നു. അതായത് അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ ഉടനടി ഒത്തിരി സമയം അവർ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അവർക്ക് നൽകുക എന്നുള്ളതാണ് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വരുന്നത് സ്കിൽസ് ആണ്. ഒരു റിസപ്ഷനിസ്റ്റിന് ആവശ്യം വേണ്ടതായിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ്? ദ ടെലിഫോൺ എറ്റിക്വറ്റ്. Okay, customer service, basic Word and Excel programs, the management, multitasking, organizing and scheduling. എന്തൊക്കെ സ്കില്ലുകളാണ് പ്രധാനമായിട്ടും ഏതൊക്കെ ഏരിയയിലാണ് വേണ്ടത്? ടെലിഫോൺ എറ്റിക്വറ്റ് അല്ലെ, ടെലിഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടുള്ള മര്യാദകൾ അറിഞ്ഞിരിക്കണം. വേണോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ പറയുന്നത്. കസ്റ്റമർ സർവീസ്, നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് വേണം അല്ലെ. അതിനുള്ള ഒരു സ്കിൽ ആർക്കുണ്ടായിരിക്കണം? ഒരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കില്ലേ?
അല്ലെ? നമ്മളിവിടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. Then the management, ഓവറോൾ ആയിട്ട് ആ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വേണം, അല്ലെ? Then മൾട്ടി ടാസ്കിങ്, എന്താ? ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ അല്ലെങ്കിൽ ജോലികൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, അല്ലെ? നമ്മൾ കണ്ടു കാണാം, നമ്മളൊരു ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരെന്തെങ്കിലും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് ഇൻഫർമേഷൻ സെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നാൽ അവർ അതും അറ്റൻഡ് ചെയ്യാറില്ലേ? ഇല്ലേ? ഒരുമിച്ചല്ലേ അവരതൊക്കെ ചെയ്യുന്നത്? പല ടാസ്കുകള് അറ്റ് എ ടൈം അവർക്ക് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ദെൻ ഓർഗനൈസേഷൻ, എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കാനും അപ്പോയിന്റ്മെന്റ്സ് മുതലായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം എന്നാ പറയുന്നത്? ഒരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ആശയവിനിമയവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? Able to listen effectively and express oneself in a clear, articulate manner. ഇനി എന്താ? Able to listen effectively, അതായത് അവിടെ വരുന്ന പേഷ്യൻസ് പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് കേൾക്കാനുള്ള ഒരു കഴിവ് വേണം, വേണ്ടേ? അവരാദ്യം എന്ത് ചെയ്യണം? കേൾക്കണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിനനുസരിച്ചുള്ള മറുപടി പറയാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ പേഷ്യൻസിനെ എഫക്റ്റീവ് ആയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് ലിസൺ ചെയ്യാൻ അല്ലെങ്കിൽ കേൾക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ. ഇനി എന്ത് ചെയ്യണം? അവരോട് എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അത് വളരെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ആർട്ടിക്കുലേറ്റ് മാനർ എന്ന് പറഞ്ഞാൽ വ്യക്തമായ രീതിയിൽ അവരോട് എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക. മനസ്സിലായോ? കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എന്താ പറയുന്നത്? ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ. അവിടെ നമ്മൾ ആ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും വേണം. അതുപോലെ തന്നെ കേട്ട് കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായ രീതിയിൽ അവരോട് അതിനുള്ള മറുപടികൾ എന്ത് ചെയ്യുക? പ്രകടിപ്പിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യുക. ക്ലിയർ അല്ലേ? അവിടെ കേൾക്കാനുള്ള ഒരു കഴിവ് വേണം, വ്യക്തമായിട്ട് അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു കഴിവും ആർക്കുണ്ടായിരിക്കണം? ഒരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഏബിൾ ടു കളക്ട്, ഓർഗനൈസ് ആൻഡ് മോണിറ്റർ ഡേറ്റ എഫിഷ്യൻലി. എന്ത് ചെയ്യുന്നു? അവിടെ വരുന്ന ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് കളക്ട് ചെയ്യാനും അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ സംഘടിപ്പിക്കാനും ആ മോണിറ്റർ ഡേറ്റ എഫിഷ്യൻലി, ഈ ഡേറ്റാസ് ഒക്കെ കൃത്യമായി കാര്യക്ഷമമായിട്ട് മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം എന്നാ പറയുന്നേ? ഒരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. Then planning and organizing. Able to multitask, prioritize and schedule tasks and activities. ഇനി എന്താ പറയുന്നത്? പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഏബിൾ ടു മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള ഒരു കഴിവ്, ഒന്നിൽ കൂടുതൽ ജോലികൾ അറ്റ് എ ടൈം ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ഇനി ഓരോ കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ മുൻഗണനാ ക്രമത്തില് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാനും ആ ഓരോ ടാസ്കുകളും ആക്ടിവിറ്റീസും മുൻഗണനാ ക്രമത്തിൽ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യാനും ആ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുമുള്ളൊരു കഴിവുണ്ടായിരിക്കണം. അപ്പൊ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും അത് നല്ല രീതിയിൽ സംഘടിപ്പിച്ച് ഓർഗനൈസ് ചെയ്തൊക്കെ നടത്താനുമുള്ള ഒരു കഴിവ് ആർക്കാണ് വേണ്ടത്? ഒരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. Then attention to detail. എന്താ പറയുന്നത്? Able to produce accurate and high quality work through concern for all areas involved. ഇവിടെ എന്താ? Able to produce accurate, വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉയർന്ന ഗുണനിലവാരത്തിലുള്ള വർക്കുകള് ത്രൂ കൺസേൺ ഫോർ ഓൾ ഏരിയാസ് ഇൻവോൾവ്ഡ്. ആ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയാസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ജോലികള് അവിടെ നടപ്പിലാക്കാനായിട്ട് അല്ലെങ്കിൽ വളരെ
കൃത്യതയില് എല്ലാം നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കണം. ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയാസും ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ ഓരോ ഏരിയയിലും നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഗുണനിലവാരത്തിലുള്ള വർക്ക് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തുന്നത്. അവിടെ നല്ല കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. കസ്റ്റമർ സർവീസ് സ്കില്ല്. എന്താ കസ്റ്റമർ സർവീസ് സ്കില്ല് പറയുന്നത്? ഏബിൾ ടു ഡെവലപ്പ് ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഫോക്കസിംഗ് ഓൺ അച്ചീവിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അവിടെ വരുന്ന ഓരോ കസ്റ്റമറിനോടും നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു നല്ല ബന്ധം നിലനിർത്താനും അതിലൂടെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി അച്ചീവ് ചെയ്യാനും നേടിയെടുക്കാനും സാധിക്കണം. അഡാപ്റ്റബിലിറ്റി. എന്താണ് ഒരു അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്? എല്ലാ സാഹചര്യത്തോടും ഇണങ്ങിച്ചേരാനുള്ള ഒരു കഴിവാണ് അല്ലെ. ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻ ദാറ്റ് ഇൻക്ലൂഡിംഗ് ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾ. വിവിധ തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇവർ ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് പല ഇമോഷൻസിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാവും, പലതരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇവർ കോണ്ടാക്റ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പല സിറ്റുവേഷൻസും ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാവും, പലതരത്തിലുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള ചേഞ്ചിങ് ഡിമാൻഡ്സ്, പലതരത്തിലുള്ള ആവശ്യകതകൾ വ്യത്യാസമായിരിക്കാം ഓരോ പേഷ്യൻസിന്റെയും. അങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ, അതിനനുസരിച്ചുള്ള ഒരു കഴിവ് ഈ പറയുന്ന ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വരുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി. എന്താ? ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അഡ്ഹർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അവിടെ ആ ഒരു രഹസ്യ സ്വഭാവം, ഈ പറയുന്ന പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആവാം, അല്ലെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ പേഷ്യൻസ് മാത്രമല്ല, ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒത്തിരി മെഡിക്കൽ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊന്നും മറ്റുള്ളവർക്ക് ഒരിക്കലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പൊ അത് അവരുടേതായിട്ടുള്ള ആ ഒരു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, അവരുടെ ധാർമ്മികതയ്ക്കനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുക. കേട്ടിട്ടില്ലേ? ഫിലിപ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്റെ എത്തിക്സ് വിട്ട് ഞാൻ ഒരു കളിക്കില്ല എന്നൊക്കെ പറയാറില്ലേ? ഡോക്ടേഴ്സിനോടൊക്കെ എന്തെങ്കിലും മറ്റു രീതിയിലുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോ കേട്ടിട്ടില്ലേ ഫിലിംസിലൊക്കെ പറയുന്നേ? അതുപോലെ തന്നെ ഏതൊരു മെഡിക്കൽ പ്രൊഫഷണൽസിനും അവരുടേതായ എത്തിക്സ് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള എത്തിക്സ് മുതലായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവരെന്ത് ചെയ്യണം? പാലിക്കണം. ഒരിക്കലും അവരുടെ ആ ഒരു ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ധാർമ്മികത വിട്ടുകളയാനായിട്ട് പാടില്ല. അത്രയും കാര്യങ്ങള് ആരുടെ സ്കില്ലിൽ വരുന്നതാണ്? ഒരു റിസപ്ഷനിസ്റ്റിന്റെ സ്കില്ലില് വരുന്നതാണ്. ജസ്റ്റ് വേഗം ഒന്നുകൂടി പറയാട്ടെ മിസ്. ഫസ്റ്റ് നമ്മുടെ ബന്ധുവിൽ എന്താ? ഒരു ടെലിഫോണുമായി ബന്ധപ്പെട്ട കൃത്യമായ മര്യാദകൾ പാലിക്കണം, നല്ലൊരു കസ്റ്റമർ സർവീസുകൾ കൊടുക്കാൻ കഴിവുണ്ടായിരിക്കണം, ബേസിക് ആയിട്ടുള്ള വേർഡ്, എക്സൽ മുതലായ പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ ഒരു കഴിവുണ്ടായിരിക്കണം, നല്ല രീതിയിൽ എല്ലാ രീതിയിലുമുള്ള മാനേജ്മെന്റിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, മൾട്ടി ടാസ്കിങ് ചെയ്യാൻ അല്ലെ, ഒന്നിലധികം ജോലികൾ അറ്റ് എ ടൈം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, കൃത്യമായി ഓരോ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് നൽകാനൊരു കഴിവുണ്ടായിരിക്കണം. മെയിൻ സ്കില്ലിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ആദ്യം പറയുന്നത്. ആശയവിനിമയവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അവിടെ നല്ല രീതിയിൽ പേഷ്യൻസ് എന്താണോ പറയുന്നത് അത് വളരെ ഫലപ്രദമായിട്ട് ലിസൺ ചെയ്യുക, കേൾക്കുകയും അതിനനുസരിച്ചുള്ള മാന്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ അതിനുള്ള മറുപടികൾ എന്ത് ചെയ്യുക, അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാനൊരു കഴിവ് വേണം. രണ്ടാമത് പറഞ്ഞത് ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. വരുന്ന ഓരോ പേഷ്യൻസിൽ നിന്നുമുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മൂന്നാമതായി പറയുന്നത് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. ഇനി എന്താ പറയുന്നത്? മൾട്ടി ടാസ്കിങ് ചെയ്യാൻ, ഒറ്റ ടൈം തന്നെ പല ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് ഒരു കഴിവുണ്ടായിരിക്കും. അതുപോലെ എല്ലാ ജോലികളും പ്രവർത്തനങ്ങളും കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്ത് മുൻഗണന നൽകിക്കൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവ മുൻഗണന കൊടുത്തുകൊണ്ട് അതിനനുസരിച്ച് കൃത്യമായ ഓരോ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെയുള്ളൊരു
കഴിവ് ആർക്കുണ്ടായിരിക്കണം എന്ന് പറയുന്നത്? ഒരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. Then next പറയുന്നത് attention to detail. അതായത് ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഭാഗത്ത് മാത്രമല്ല ശ്രദ്ധ വേണ്ടത്, മറിച്ച് എല്ലാ ഭാഗത്തും വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായിട്ടും ഉയർന്ന ഗുണനിലവാരത്തോടു കൂടിയും നടത്താനായിട്ടുള്ളൊരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. Then കസ്റ്റമർ സർവീസ് സ്കിൽസ്. അവിടെ വരുന്ന ഓരോ കസ്റ്റമറിനോടും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ ഓരോ കസ്റ്റമേഴ്സിനും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാക്കാനും സാധിക്കണം. Then അഡാപ്റ്റബിലിറ്റി. ഏതൊരു സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ്, അല്ലെ? ഇവിടെ പലതരത്തിലുള്ള ആളുകളാണ് വരുന്നത്, പല സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ആളുകളാണ്, പല ഇമോഷൻസിലുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻസിലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ സിറ്റുവേഷൻസിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. Able to maintain confidentiality and adhere to ethical standards. ഇവിടെ ethical standards അവരുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവര് പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ആ രഹസ്യ സ്വഭാവം അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പാലിക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തുള്ള ആളുകളോട് പറയാൻ പാടുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തേക്ക് അറിയിക്കാനായിട്ട് പാടില്ല. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. വേഗം ഒന്ന് വായിച്ചു നോക്കിയ സ്കില്ല്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സ്കില്ല് വരെയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സില് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കുറച്ച് ഭാഗം കൂടി ഉള്ളൂ കേട്ടോ ഈ ഒരു ചാപ്റ്ററിന്. ജസ്റ്റ് ആ ഒരു ബോക്സ് മാത്രമേ പറയാനുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവേ. ഓപ്പറേഷൻ തിയേറ്റർ ആണ് കേട്ടോ. 12th നോട്ട് ഒന്ന് കയ്യിൽ കരുതി. താങ്ക് യു.